PVRൻ്റെ പാസ്പോർട്ടുള്ളതിൽ ഒരു ടിക്കറ്റ് കൂടി യൂട്ടിലൈസ് ചെയ്യാനുണ്ടായിരുന്നു. ഇനി ഇറങ്ങാൻ പോണ പടങ്ങളൊക്കെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതൊന്നും ഇതിലെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പടം കാണാമെന്ന് വിചാരിച്ച് പോയി കണ്ട സിനിമയാണ് കുടുംബസ്ഥൻ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അയാളുടെ ഫസ്റ്റ് സംവിധാനം കേട്ടോ, രാജേശ്വരി കാളിസ്വാമി. അയാളൊരു ചെറിയ റോളും ചെയ്തിട്ടുണ്ട് ഇതിൽ, ഒരു വണ്ടി ഓടിച്ച് വരുന്നതായിട്ട്. അപ്പോൾ ഇദ്ദേഹം ഈ സാധനം എന്ന് പറയണത് ഒരു ഏണിയും പാമ്പും കളി പോലെയാണ്. ഒന്ന് പകിട എറിയുമ്പം ഒരു അക്കം എങ്ങാനും മാറിക്കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ വായിക്കൂടി കയറി ഇതിങ്ങനെ താഴെ വരും. അത്രയ്ക്ക് മീറ്ററിൽ പിടിച്ച് പോകേണ്ട ഒരു സാധനമാണ്. അത് എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ. ഇതിലുള്ള കഥാപാത്രങ്ങളെല്ലാം ഓവറാണ്, എല്ലാം ഓവറായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഒന്നങ്ങോട്ട് മാറുന്നെങ്കിൽ ഇത് വെറുപ്പിക്കലായിട്ട് അയ്യോ അങ്ങനെ ആയി പോകുമായിരുന്നു കേട്ടോ. പക്ഷേ അത് അയാൾക്ക് കറക്റ്റ് മീറ്ററിൽ പിടിക്കാൻ അറിയാമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ പടം മണികണ്ഠൻ്റെ സിനിമയാണ്. മണികണ്ഠൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി നമുക്കുണ്ടാവുമല്ലോ. അവർ പ്രതീക്ഷിച്ച് തന്നെ പോയി കണ്ടത്. പുള്ളിക്കാരൻ അയാളുടെ ഒരു അത് നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. പണ്ട് വിജയ് സേതുപതി ഇതുപോലെയായിരുന്നു വന്ന സമയത്തൊക്കെ. എല്ലാ പടങ്ങളും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമകൾ. പിന്നെ കുറച്ചുകൂടി ഈ പൈസ നോക്കിയിട്ട് കുറേ അപരാധ പടങ്ങൾക്ക് പോയി തല വെച്ചിട്ടാണ് വിജയ് സേതുപതി ആ പേരങ്ങ് പോയത്. പക്ഷേ പിന്നീട് ഇപ്പം തിരിച്ച് ട്രാക്കിൽ വന്നിട്ടുണ്ട്. പക്ഷെ മണികണ്ഠൻ അങ്ങനെയല്ല. മണികണ്ഠൻ കണ്ടൻറ്റ് നോക്കിയിട്ടാണ് സിനിമ ചെയ്യണത്. ഇതിലും അത് പ്രകടമായിട്ട് തന്നെ ഉണ്ടായിരുന്നു, എവിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ പടം ഇപ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ ഫേസ് ചെയ്യണ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ഒരു രൂപ പോലും അക്കൗണ്ടിലുണ്ടാവില്ല, ഒരു രൂപ പോലും കയ്യിലും കാണില്ല. ഇപ്പോൾ ഒരു 3-4 ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ തള്ളിക്കൊണ്ട് പോകുന്ന ഒരു പാട് അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പടം തുടങ്ങി ഇതിൽ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പരിപാടി കുറേ നേരം ഇട്ട് വലിപ്പിക്കണം ഒന്നുമില്ല. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇവരെന്താണ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പതിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ വിജയം. പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടപ്പൊടയുന്നുണ്ട് ഫ്രെയിംസ് പോവാണ്, പൊട്ടപ്പൊടയുന്നുണ്ട് സീനുകൾ പോകണം. ഒരു കല്യാണമാണെങ്കിൽ കല്യാണം മാക്സിമം 2-3 മിനിറ്റ്, അതിനപ്പുറം പോകില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ കോമഡികൾ. ഇത് ത്രൂ ഔട്ട് തുടക്കം മുതൽ ചിരിക്കാറുണ്ട്. ചിരിക്കാനെന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അത് ഞാൻ കണ്ട തിയേറ്ററിൽ ഒരു 10-50 കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും നല്ല ചിരിക്കാനുള്ള മനസ്സുമായിട്ട് വന്ന ആൾക്കാരാണ്, കൂടുതലും തമിഴരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എടുത്ത് കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് എനിക്ക് ചിരിക്കാൻ സാധിച്ചു. പൊട്ടിച്ചിരിക്കുന്ന ഒട്ടേറെ മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ടായിരുന്നു. അതായത് ഇയാളൊരു മിഡിൽ ക്ലാസ് കുടുംബസ്ഥൻ. അപ്പോൾ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കഷ്ടപ്പെടുന്നതായിട്ടാണ് തുടക്കം കണ്ടത്. പിന്നെ പോകെ ഇയാൾക്ക് ഒരു ആത്മാഭിമാനം എന്നൊരു സാധനമുണ്ട്. അത് പണയം വെച്ച് ഒരു കാര്യവും ചെയ്യത്തില്ല. അതിൽ നിന്നുകൊണ്ട് എങ്ങനെ സക്സസ് ആവാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇയാളൊരു ദുരന്തനായിട്ട് മാറുകയാണ്. പട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെ ആയി പോകുന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. ചെയ്താലും അതിലെന്തെങ്കിലും അബദ്ധം വന്ന് വീഴുന്നു, ദുരന്തമായി പോകുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഗംഭീരമായിട്ട് തന്നെ ഇയാൾ ചെയ്തിട്ടുണ്ട് മണികണ്ഠൻ. ഇടയ്ക്ക് ഒരു സെക്കൻഡ് ഹാഫൊക്കെ വരുന്ന സമയത്ത് ഈ വയറ്റിൽ കിടക്കുന്നൊരു കുഞ്ഞുണ്ട് ഇദ്ദേഹത്തിൻ്റെ, അതുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് ഭയങ്കര സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡയലോഗ്സ്, ഈ ഡയലോഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കുന്നത് പ്രസന്ന ബാലചന്ദ്രൻ എന്നാളാണ് കേട്ടോ. തിരക്കഥയിലും പുള്ളി കൈവച്ചിട്ടുണ്ട്. ഇതിലൊരു റോളും ചെയ്തിട്ടുണ്ട്, ഒരു കള്ളുകൂടിയൻ കൂട്ടുകാരനായിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അവരെക്കുറിച്ച് കുറേ പേരെക്കുറിച്ച് പറയാറുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഈ കുഞ്ഞുമായിട്ടുള്ള ഈ ഡയലോഗ്സ്, അതിൽ തന്നെ വരുന്ന ഇമോഷൻസ് സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ അളിയനായിട്ട് വരുന്ന നമ്മുടെ ഗുരു സോമസുന്ദരം. ഈ മനുഷ്യൻ ഇത്രയും ഇങ്ങനെയൊക്കെ കോമഡി ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അന്യായം ഒന്ന് അഴിച്ചു വിട്ടിക്കണം ഗുരു സോമസുന്ദരത്തിന്. ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. പുള്ളിയുടെ ഒരു ചിരിയൊക്കെ ഉണ്ട്. ആ ചിരി ഈ സിനിമയിൽ പലയിടത്തും BGM ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര കോമഡിയായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഒരു പ്രശ്നത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും ഓർത്തോർത്ത് നമുക്ക് ഇനി തിക്കട്ടി വരുന്ന ഒരു അനുഭവമുണ്ട്. അത് വെച്ചിട്ടുള്ള കോമഡികൾ. ഫ്രണ്ട്സ് കുറേ പേരുണ്ട് ഇതിൽ. കുറേ പേര് മറ്റേ ഇവർ നക്കലൈസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ, നക്കലൈറ്റ്, തമിഴ് യൂട്യൂബ് ചാനൽ, കരിക്കോലത്തെ ഒരു പരിപാടിയാണ്. അതിലുള്ള ഒരു ലോഡ് ആൾക്കാരെ പിടിച്ചിറക്കിയിട്ടുണ്ട്. യവന്മാരെയൊക്കെ അങ്ങ് അഴിച്ചു വിട്ട് യവന്മാർ അവൻ്റെ കൂട്ടുകാരായിട്ടും കൂട്ടുകാരുടെ അപ്പുറമുള്ള കൂട്ടുകാരായിട്ടൊക്കെ കുറേ പേര്, അതുപോലെ വട്ടിപ്പലിശക്കാരായിട്ടൊക്കെ വന്നിട്ട് അവരുടേതായിട്ടുള്ള കോമഡികളുണ്ട്. ലബ്ബർ പന്തിൽ ഇയാളുടെ കൂട്ടുകാരനായിട്ടുള്ള കള്ളുകൂടിയായിട്ട് ഒരു ചട്ടം വരില്ല, അങ്ങേരും ഇതിലൊരു കള്ളുകൂടിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങേരുടെ കുറേ കോമഡികളുണ്ട്. പിന്നെ അവരുടെ അച്ഛനും അമ്മയായിട്ട് വന്നിട്ടുള്ള സൗന്ദരരാജനും കുടശനാട് കനകം, അതായത് ജയ ഹേയിലെ ബേസിലിൻ്റെ അമ്മയായിട്ട് വന്നിട്ടുള്ള അവരെ കരിയർ ബെസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ കുറേ കോമഡികളുണ്ട്. അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള, അതായത് സാൻവേ മേഘന അവതരിപ്പിച്ച കഥാപാത്രം, അവർ തമ്മിലുള്ള ഒരു ചെറിയ കലിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ പടം ഫസ്റ്റ് ഹാഫൊക്കെ പടപട ചെയ്തുകൊണ്ട് പോയി ത്രൂ ഔട്ട് ചിരിക്കാനായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അത് കോമഡിയുടെ ഇതിലായിട്ടാണ് ചെയ്യുന്നത്. പലയിടത്തും നല്ല രീതിയിലുള്ള ഡാർക്ക് ഹ്യൂമർ ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, നിരത്തിപ്പറക്കി സറ്റയറിക്കലായിട്ട് ഊക്കി വിടണുണ്ട്. ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ, സിസ്റ്റത്തിനെ, സൊസൈറ്റിയെ, എല്ലാത്തിനെയും നിരത്തിപ്പറക്കി ഊക്കി വിടണുണ്ട്. അത് കുഞ്ഞു ഡയലോഗ്സിലുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഡയലോഗ്സ് അത്രയും പ്രിയപ്പെട്ടതാണ്, അത്രയും കിടിലായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് പടപടയെന്നുകൊണ്ട് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സമയത്ത് അതും അതേ ഫ്ലോ പിടിച്ച് തന്നെ പോവാണ്. പക്ഷേ
പടത്തിൽ കുറേ സീനുകളൊക്കെ അനാവശ്യമായിട്ട് കയറ്റി വെച്ചതുപോലെ എനിക്ക് തോന്നി. കുറേ കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഡ് ആയിട്ട് ലോജിക്ക് ഇല്ലാത്ത പോലെ തിരികെ, അതായത് നമ്മളൊരു ഫ്ലോയിൽ വരുന്ന സമയത്ത് ആ ഫ്ലോ കളയണ കുറച്ച് പരിപാടികൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഗുരു സോമസുന്ദരത്തിൻ്റെ ഒരു ചൈന പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടി ലെങ്ത് കുറയ്ക്കായിരുന്നു. അവിടെ കുറച്ച് ലാഗ് അടിച്ച്, പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് സിനിമ പോകേണ്ട, ആ സീരിയസ് ആവുന്ന സമയത്തും ആ ഇമോഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീണ്ടും കോമഡി ട്രാക്കിലോട്ട് മാറിപ്പോകുന്നു, വീണ്ടും അങ്ങനെ പോയി അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒരു പരിപാടിയുണ്ട്. അതൊക്കെ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്, നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ടെക്നിക്കൽ സൈഡ്, സ്കോർ, സിനിമാറ്റോഗ്രാഫി, മേക്കപ്പ് എല്ലാം പക്ക. സിനിമയ്ക്ക് വേണ്ട സാധനങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് പടം. ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അത്രയേറെ ചിരിപ്പിച്ച് എൻഗേജ് ആയിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് അനാവശ്യ സീനുകൾ ഒഴിവാക്കായിരുന്നു. ഭയങ്കര നെഗറ്റീവ് ഒന്നുമല്ല, സിനിമ കാണാതിരിക്കാൻ പാടില്ല എന്നുള്ള നെഗറ്റീവ് ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഗംഭീരമാകുമായിരുന്നു. എന്നിരുന്നാലും ഒ ടി ടിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇനി തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. അപ്പോൾ ഒരു തിയേറ്ററിലും ഇല്ല. ഒ ടി ടി വരുമ്പോൾ ഇത് മിസ്സാക്കരുത്. ഒരുപാട് ചിരിക്കാനുള്ള മറ്റൊരു മണികണ്ഠൻ ഗ്യാരണ്ടി തന്നിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഈ പടം കുടുംബസ്ഥൻ ഫീൽ ചെയ്തത്. എന്തരാ വരട്ടെ.